ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യത്തെ രംഗം കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും, ഇത് റാസയാണ്. നമ്മുടെ അടുത്തുള്ള പള്ളിയിലെ പെരുന്നാളിൻ്റെ റാസയാണ് നമ്മളിന്ന് കാണിക്കുന്നത്. അത് ഏത് പള്ളിയാണ്, എന്താണ് അവിടുത്തെ വിശേഷം എന്നൊക്കെ നമുക്ക് കൂടുതലായി അറിയാം. മലങ്കര കത്തോലിക്ക സഭയുടെ മാവേലിക്കര രൂപതയുടെ ഭദ്രാസന ഇടവകയാണ് പുന്നമൂട് സെൻറ് മേരീസ് കത്തീഡ്രൽ ഇടവക. അവിടുത്തെ പള്ളിപ്പെരുന്നാളാണ്, അതിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 2013 പള്ളി പുതുക്കി പണിഞ്ഞ് കൂദാശ നിർവഹിച്ചത്. ഇവിടുത്തെ അമലോദ്ഭവ മാതാവിൻ്റെ തിരുനാളാണ്. അതിൻ്റെ ഭാഗമായുള്ള റാസയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡിസംബർ 1 മുതൽ 8 വരെയാണ് ഇവിടുത്തെ പെരുന്നാൾ ആഘോഷിക്കപ്പെടുന്നത്. പള്ളിയുടെ തൊട്ടടുത്തുള്ള കുരിശടിയിൽ നിന്ന് തുടങ്ങുന്ന ദീപാലങ്കാരങ്ങൾ പള്ളിയെയും പള്ളിയുടെ ചുറ്റുമതിലിനെയും അവിടെയുള്ള സകലമാന വൃക്ഷങ്ങളെയും ഒക്കെ മനോഹരമായി അലങ്കരിച്ചിരിക്കുന്നു. എല്ലാ പള്ളിപ്പെരുന്നാളിനും ഉള്ളതുപോലെ ഇവിടെയും ലൈറ്റ് ഷോയുണ്ട്. അത് കാണുവാനും കണ്ടു നിൽക്കുവാനും വളരെ രസകരമാണ്. മൊത്തത്തിലൊന്ന് ചുറ്റി നടന്ന് കാണുവാനുള്ള മനോഹരമായ കാഴ്ചകൾ ഉണ്ടായിരുന്നു ഇവിടെ. അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലായിടത്തും ചുറ്റി നടന്ന് എല്ലാ ദീപാലങ്കാരങ്ങളും ഇതിൽ ഉൾപ്പെടുത്താൻ പൂർണ്ണമായി ശ്രമിച്ചിട്ടുണ്ട്. പെരുന്നാളൊക്കെ ആകുമ്പോൾ ചെണ്ടമേളവും ബാൻഡുമേളവും ഇല്ലാതെ എന്തൊരാഘോഷമല്ലേ. അതെല്ലാം പിന്നാലെ വരുന്നുണ്ട്. മാവേലിക്കരയിൽ നിന്ന് ഓലകെട്ടി വഴി കായംകുളം പോകുന്ന റൂട്ടിൽ ലാഹ ജംഗ്ഷനിലാണ് പുന്നമൂട് സെൻറ് മേരീസ് കത്തീഡ്രൽ ഇടവക സ്ഥിതി ചെയ്യുന്നത്.
മൂന്ന് സെക്രട്ടേറിയറ്റ് കൊലങ്കര കത്തോലിക്കാദേവാണ് പരിശുദ്ധ ദീപമാതാവിന്റെ അമലോത്സവ തിരുനാളിനോടനുബന്ധിച്ചുള്ള ഭക്തി നിർഭരമായ റാസങ്ങൾ. അങ്ങനെ പള്ളിയിലെ കാഴ്ചകളും റാസയുമൊക്കെ മൊത്തത്തിലൊന്ന് ചുറ്റി നടന്ന് കണ്ടു നടന്നപ്പോഴാണ് ദീപിന് ഐസ്ക്രീം കഴിക്കണമെന്ന ആഗ്രഹം ഉണ്ടാകുന്നത്. ഇങ്ങനെയുള്ള പരിപാടിക്ക് പോകുമ്പോൾ ഒരു ഐസ്ക്രീം കഴിച്ചില്ലേ പിന്നെ എന്നാ അല്ലേ. അങ്ങനെ ഞങ്ങളൊരു ഐസ്ക്രീമൊക്കെ കഴിച്ചുകൊണ്ട് ഞങ്ങളുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.